ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം, ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. തിരുവല്ലോമല പാമ്പാടിയിൽ സ്ത്രീയോട് അശ്ലീലം പറഞ്ഞ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മങ്കര സ്വദേശി രാജേഷിനെയാണ് പഴയന്നൂർ എസ്ഐ പൗലോസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വാഹനത്തിന്റെ നമ്പറും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. വീട്ടിലെത്തി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയും തുടർന്ന് പരാതിക്കാരി ഇയാളെ തിരിച്ചറിഞ്ഞ ശേഷം അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഇയാളുടെ വാഹനവും അന്നുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും തൊണ്ടി മുതലായി കസ്റ്റഡിയിലെടുത്തു. SI പൗലോസ്, SI ലീപ്സൽ, SI പ്രദീപ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരി, ശിവകുമാർ, CPOമാരായ അഖിൽ കൃഷ്ണ, രാജേഷ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. അതിൽ വണ്ടി നമ്പർ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് അന്വേഷണം നടത്തി ഇപ്പോൾ തിരുവനന്തപുരം പഞ്ചായത്തിൽ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് CCTV പരിശോധിച്ച് തെക്കിനി ഭാഗത്തേക്ക് വണ്ടി പോകുന്നതായും തുടർന്ന് ഡോക്ടറി ബാറ്, റോയൽ ബാറ്, വേറെ വീടുകളിൽ നോക്കിയപ്പോൾ ഈ വണ്ടി പോകുന്നതായി കാണപ്പെട്ടത്. തുടർന്ന് ഒറ്റപ്പാലം RTOയിലേക്ക് അപേക്ഷ കൊടുക്കുകയും അവിടെ നിന്ന് ഒരു 80ഓളം വണ്ടി മാസ്റ്റർ വണ്ടിയാണെന്ന് പറഞ്ഞ് റെഡ് കളർ വണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നത് മാസ്റ്റർ വണ്ടിയുടെ നമ്പർ തരികയും തുടർന്ന് പോലീസ് സ്റ്റേഷനിലെ മെഷീൻ ഉപയോഗിച്ച് അഡ്രസ് എടുത്ത് 80 വണ്ടി വെരിഫൈ ചെയ്യുകയും ആ വണ്ടിയിലെ ആളുകളെല്ലാം അവിടെ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് ഒറ്റപ്പാലം, പത്തിരിപ്പാല, തെക്കിടി എന്നീ ഭാഗങ്ങളിലെ ഷോറൂമുകൾ, മാസ്റ്റർ ഹീറോ ഷോറൂമുകൾ പരിശോധിച്ച് അഡ്രസ്സ് എടുത്തതിൽ നിന്നും കുറച്ച് അഡ്രസ്സ് കിട്ടുകയും അതിനെ തുടർന്ന് ഞങ്ങൾ പോലീസ് പാർട്ടി എല്ലാവരും കൂടി ഈ വണ്ടി അഡ്രസ്സ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ മങ്കരയിലുള്ള ഒരു രാജേഷ് എന്ന ആൾ വണ്ടി ഉപയോഗിക്കുന്നതായി അറിവായിട്ടുള്ളതാണ്. അതിനെ തുടർന്ന് രാജേഷിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വണ്ടി സമാന രൂപത്തിലുള്ള വണ്ടി കാണുകയും രാജേഷിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ രാജേഷ് കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. അതിനെ തുടർന്ന് രാജേഷിനെ അറസ്റ്റ് ചെയ്യുകയും പരാതിക്കാരി കാണിച്ചു കൊടുത്ത് അറസ്റ്റ് ചെയ്യുന്നതും വണ്ടിയും അയാൾ ധരിച്ച വസ്ത്രവും ബന്ധുവസത്തിലെടുത്തതാണ്.